ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്താണ് ശരിയായിട്ടുള്ള ശിഷ്യൻ എന്നുള്ളതാണ്. ഒരു ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രോട്ടോകോൾസൊക്കെ ഉണ്ട്. വെറുതെ നമ്മൾ ശിഷ്യന്മാരാണ് എന്ന് പറയുന്നതിൽ അല്ല, ഒരു ഗുരുവിനെ എത്രമാത്രം ഗുരുവുമായിട്ട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് റിയൽ ഡിസൈപ്പിൾഷിപ്പ്. അതായത് ഗുരുവിൽ നിന്നും നമുക്ക് ലൈറ്റ് പ്രകാശം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് റിസീവിങ് ഫ്രം എ ടീച്ചർ. ഒരു ഗുരുവിൽ നിന്നാണ് നമുക്ക് ഡിസൈപ്പിൾഷിപ്പ് കിട്ടുക. നാം ഗുരുവിനെ അന്വേഷിച്ച് നടക്കല്ല ചെയ്യാം. കോമൺലി അങ്ങനെയും സംഭവിക്കാം. പക്ഷെ മറിച്ച് നമുക്കൊരു ഗുരു ഉണ്ടായിരിക്കാം. ആ ഗുരു നമ്മെ സമയത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയില്ല, നമുക്ക് അറിയില്ല. നമ്മളൊരു സമയത്തുമ്പോൾ നമ്മളിലേക്ക് ആ ഗുരു വന്നു ചേരുകയും ആ ഗുരു ഫിസിക്കൽ ബോഡിയിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഇവിടെയുള്ള ഒരു എനർജി തലത്തിൽ നിൽക്കുന്ന തലത്തിൽ ഒരു ഹോളി ഗുരു പദവിയിലൊക്കെ എത്തിയിട്ടുള്ള ഗുരുക്കന്മാരും അവർ ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കപ്പെടും. അവർ കൊണ്ടുവന്ന പാത്തുകളിലേക്ക് അവരെ കണക്ട് ചെയ്യും. അപ്പം ഞാൻ പരിശീലിപ്പിക്കുന്ന യോഗ പ്രാണവിദ്യയിൽ അതിൻ്റെ ആകെ ഒരു ഗുരുവാണുള്ളത്. മഹാത്മാ ചോവാക്കോക്സുയി, ചൈനീസ് വംശജനായിരുന്ന, ഫിലിപ്പൈൻസിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം സയൻറ്റിസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ആത്മീയമായ പഠനങ്ങളിലും താല്പര്യം കാണിക്കുകയും അത് ലോകമെമ്പാടും സഞ്ചരിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ എസൻസ് കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മഹാത്മ്യം. ഒരുപാട് സ്പിരിച്വൽ ബുക്സ് അദ്ദേഹം എഴുതാണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്നി ഷാർലറ്റ് ആൻഡേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ടതനുസരിച്ച് പരിശീലിപ്പിച്ച ട്രെയിനർമാരാണ് പഠിപ്പിക്കാനായിട്ട് അനുവാദം ലഭിച്ചിട്ടുള്ളത് സെലക്റ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനാണ്. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ടർഷിപ്പ്. രഞ്ജിത്ത്, ഞാൻ മഹാത്മാ ചോവാക്കോക്സിയുടെ ശിഷ്യനാണ്. ശരിയായുള്ള ട്രൂ ഡിസൈപ്പിളാണെന്ന് ഞാൻ ആത്മാഭിമാനത്തോടു കൂടി ആലോചിക്കുന്നു. മാസ്റ്ററിനെ തിരഞ്ഞെടുക്കുകയും ഷാർലറ്റിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ഷാർലറ്റ് എന്നെ ഒരു ഇൻസ്ട്രക്ടറാക്കി മാറ്റി ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇതൊന്നും ഞാൻ അറിഞ്ഞ് സംഭവിച്ചതായിട്ടല്ല, ഞാൻ അറിയാതെ ആ കാര്യങ്ങളിൽ എത്തിപ്പെട്ടതാണ്. മഹാത്മാ ചോവാക്കോക്സിയുടെ ടീച്ചിങ്ങിൽ എ ഡിസൈപ്പിൾ ഈസ് നോട്ട് ജസ്റ്റ് എ ഫോളോവർ ബട്ട് എ റിഫൈൻഡ് ചാനൽ ഓഫ് ലൈറ്റ്. അതായത് ഒരു ഗുരുവിൻ്റെ പാത പിന്തുടരുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്. ആ ഒരു ചാനലാണ്, ഒരു പ്രകാശത്തിൻ്റെ ചാനലായിട്ടാണ് ഡിസൈപ്പിൾ വരിക. കാരണം പിന്നെയും വെളിച്ചം കൊടുക്കേണ്ടതുണ്ട്. പണ്ട് ബുദ്ധഭഗവാൻ ഒരു സ്ഥലത്ത് ധ്യാനത്തിലിരിക്കെ ശിഷ്യസമ്പത്തുകളെല്ലാവരും ഡിസൈപ്പിൾസൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ ധ്യാന നിരതരായിട്ടിരിക്കുകയാണ്. അദ്ദേഹം കാലത്ത് പ്രഭാഷണം വിദ്യ പറഞ്ഞു കൊടുക്കാനായിട്ട് ആത്മീയമായിട്ടുള്ള പ്രഭാഷണം തുടങ്ങാനായിട്ട് കാലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പുഷ്പമാല സമർപ്പിച്ചു. ആ പുഷ്പം കൈപിടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീബുദ്ധൻ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് ആനന്ദത്തോടുകൂടി അതിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കണ്ടു. അദ്ദേഹം കാലത്ത് ഉച്ചയായിട്ട് ആ പുഷ്പത്തിലേക്ക് നോക്കി അദ്ദേഹം മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായപ്പോൾ വീണ്ടും അദ്ദേഹം അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അദ്ദേഹം ഒരു തപസ് പോലെ, ഒരു ധ്യാനം പോലെ ആ പുഷ്പത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ശിഷ്യന്മാരും അദ്ദേഹം എപ്പോഴാണ് സംഭാഷണം ആരംഭിക്കുക എന്ന് കരുതി കാത്തിരിക്കുകയും ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമ ശിഷ്യനായിരുന്ന മൈത്രേയൻ എന്ന് പറയുന്ന ബോധതലത്തിലേക്ക് എത്തിയ ആ ശിഷ്യൻ കുടുകുടാ ചിരിച്ചുകൊണ്ട് ചിരിക്കുക തന്നെ. സാധാരണ അദ്ദേഹം അധികം സംസാരപ്രിയനോ അധികം ചിരിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം വളരെ ആനന്ദത്തോടു കൂടി ചിരി തുടങ്ങി. ചിരിച്ച് നിർത്താതെ ചിരി. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ നോക്കി, എന്ത് പറ്റി മൈത്രേയന് എന്ന് നോക്കി. അപ്പോൾ
മൈത്രേയനെ ഗുരു, അതായത് ശ്രീബുദ്ധ ഭഗവാൻ അദ്ദേഹത്തെ മാടി വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് ചെന്നു, ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, ആ പുഷ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അവിടെ ഒരു ബോധസംവഹനം നടന്നു എന്നുള്ളതാണ്. ബുദ്ധൻ്റെ ബോധോദയമായ ബോധതലത്തിൽ നിന്നുള്ള ഒരു തലം, ഒരു അറ്റ്യൂൺമെൻറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു വെളിച്ചത്തിൽ നിന്നും, നന്നായി പ്രകാശിച്ച് കത്തിക്കൊണ്ടിരുന്ന ഒരു വെളിച്ചത്തിൽ നിന്നും വേറെ ഒരു മെഴുകുതിരിയിലേക്ക് വെളിച്ചം പകരുമ്പോൾ കൂടുതൽ പ്രകാശിക്കുന്നത് പോലെ. അപ്പോൾ ഈ ശിഷ്യരൊക്കെ പൊതുവെ ഏത് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെങ്കിലും അവരൊക്കെ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രകാശം ചെറുതായിട്ട് അവരിൽ പ്രകാശം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ട്രൂ ഡിസൈപ്പിൾ കണക്റ്റഡ് വിത്ത് ലൈറ്റ്, ഗുരുസ് ലൈറ്റ്, ഗുരുവിൻ്റെ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ദർ ഇസ് എ സേക്രഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. അതിനൊരു സേക്രഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ശിഷ്യൻ അതായത് സെൽഫ് കൺട്രോൾ ആയിരിക്കണം, സെൽഫ് കൺട്രോളിലേക്ക് വരാനായിട്ട് സാധിക്കണം, ഇന്നർ റിഫൈൻമെൻറ്റിലേക്ക് എത്തണം, ആൻഡ് കൾച്ചേർഡ് ബിഹേവിയറിലേക്ക് വരണം. ഒരു ശിഷ്യൻ എന്ത് വേണം? സ്വഭാവ ഗുണങ്ങളുള്ള ആളായിട്ടിരിക്കണം. നമുക്ക് ജീവിതത്തിൽ നമ്മുടേതായ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും. ഭക്ഷണത്തിനോട് പ്രിയം, അങ്ങനെ വ്യത്യസ്തമായ തലത്തിലുള്ള ഇഷ്ടങ്ങൾ, അതൊരു വീക്ക്നെസ്സായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതിനേക്കാളൊക്കെ ദിവ്യപ്രകാശം, ഈശ്വരീയമായ പ്രകാശമാണ്. ഭക്ഷണം തന്നെ വേണം, പക്ഷെ അമിതമായ ഭക്ഷണത്തിനോടുള്ള സന്തോഷം, അതുപോലെ തന്നെ എല്ലാ വിചാര വികാരങ്ങളിലൊക്കെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യൻ്റെ പ്രധാന ഗുണം. സെൽഫ് കൺട്രോൾ ആൻഡ് ഇന്നർ റിഫൈനായിരിക്കണം. നമ്മുടെ ചീത്തകൾ, നമ്മുടെ സ്വഭാവ ദൗർബല്യങ്ങളൊക്കെ നമുക്ക് കളയാനായിട്ട് സാധിക്കണം. ആൻഡ് കൾച്ചേർഡ് ബിഹേവിയർ, നന്നായി ബിഹേവ് ചെയ്യാനൊക്കെ അറിയുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു വന്നാലാണ് ഒരു ട്രൂ ഡിസൈപ്പിളായിട്ട് മാറുള്ളൂ. Just as the moon receives its lights from the sun, സൂര്യനിൽ നിന്നുള്ള പ്രകാശമല്ലേ ചന്ദ്രനിലേക്ക് ലഭിക്കുന്നത്. A disciple receive spiritual energy and wisdom from his teacher. ഒരു ശിഷ്യൻ സൂര്യനിൽ നിന്നും ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നത് പോലെ തന്നെ, റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തന്നെ ഒരു ഗുരുവിൻ്റെ പ്രകാശം ശിഷ്യനിലേക്ക് പതിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ നിന്നും ശിഷ്യൻ പ്രകാശിച്ചു തുടങ്ങണം. ആ ടീച്ചറിൽ നിന്ന് ആ പ്രകാശം ശിഷ്യനിലേക്ക് പതിക്കുന്നു. വെൻ യു ലിവ് വിത്ത് പ്യൂരിറ്റി ആൻഡ് റിസെപ്റ്റിവിറ്റി, you grow like plant, nourished under the sun of divine guidance. ഒരു സസ്യം സൂര്യപ്രകാശത്താൽ വളർന്നു വരുന്നത് പോലെ ഗുരുവിൽ നിന്നുള്ള പ്രകാശം, ആ പ്രകാശം നറിഷ് ചെയ്യേണ്ടതിൻ്റെ ശിഷ്യനെ. സൂര്യപ്രകാശം ഊർജം സസ്യത്തിന് കൊടുക്കുന്ന പോലെ തന്നെ ഗുരുവിൻ്റെ ഊർജം ശിഷ്യനിലേക്ക് നറിഷ് ചെയ്യേണ്ടതുണ്ട്. ശിഷ്യനും ഗുരുവുമായിട്ട് ആ വെളിച്ചത്താൽ ബന്ധപ്പെടേണ്ടതുണ്ട്. യു ഗ്രോ, അതായത് നിങ്ങൾ വികാസം പ്രാപിക്കുമ്പോൾ ലൈക്ക് പ്ലാന്റ് നറിഷ്ഡ് അണ്ടർ ദ സൺ ഓഫ് ഡിവൈൻ ഗൈഡൻസ്, ബി എ റേഡിയൻറ്റ് ഡിസൈപ്പിൾ. നമ്മളൊരു നല്ല ശിഷ്യനായിട്ട് തീരാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഗുരു തരുന്ന പ്രകാശം അതിനെ അറിഞ്ഞ് അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതിലുള്ള ശുദ്ധീകരണങ്ങളെക്കുറിച്ച് മനസ്സിലായി നാം ആ പ്രകാശം സ്വീകരിക്കാനും ആ പ്രകാശത്താൽ കൂടുതൽ നാം പ്രകാശിക്കാനും നാം തയ്യാറാവണം. അതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് റിഫ്ലക്റ്റ് ദ ലൈറ്റ്. നമുക്ക് നമ്മളിലേക്ക് വന്ന വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള
താല്പര്യവും സ്നേഹവും ഉദാരതയൊക്കെ നമുക്കുണ്ടായിരിക്കണം. ഞാൻ പഠിച്ച അറിവ് എനിക്ക് മാത്രമായിട്ടിരിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക.